ഇപ്പോൾ സിവിൽ സർവൻ്റ് ആവണമെന്ന് തോന്നിയത്, അല്ലെങ്കിൽ IPS ഓഫീസർ ആവണം തോന്നിയത് എനിക്ക് വിക്രമാദിത്യം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടാണ്. ഇപ്പോൾ എല്ലാവരും നമ്മൾ പോകുന്നത് ഇപ്പോൾ സിനിമയിലാണെങ്കിലും എന്തിലാണെങ്കിലും ഡൽഹിയാണ് സിവിൽ സർവീസിൻ്റെ ഒരു കേന്ദ്രമെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ 2021 ഒരു ഇൻ്റർവ്യൂവിന് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കിട്ടാണ്ട് വന്നപ്പോൾ ഒരു വലിയൊരു വിഷമം, ഇനി എന്ത് ചെയ്യുമെന്നുള്ള സെറ്റപ്പിൽ. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് നേരം പഠിക്കും, ഒരു 2 hours രാവിലെ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂസ് പേപ്പർ വായിക്കും, ഒരു 1 hour ന്യൂസ് പേപ്പർ വായിക്കും. പിന്നെ കുറച്ച് എന്തെങ്കിലും നമ്മുടെ നോട്ട് എഴുതി വെച്ച നോട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടെ റിവൈസ് ചെയ്യും. നമ്മൾ തന്നെ വിശ്വസിച്ച് നമ്മുടെ സ്ട്രാറ്റജിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ പാസ്സാവുന്നുള്ളൂ. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് അബൌട്ട് കോൺഫിഡൻസ്. CSAT-ൻ്റെ എൻ്റെ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. ബിക്കോസ് എൻ്റെ ഒരു പേടി സ്വപ്നമായിരുന്നു CSAT. ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയപ്പോൾ ഞാൻ ലൈറ്റായിട്ടായിരുന്നു CSAT-നെ കണ്ടത്. സോ CSAT-ലാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് പോയത്. ഇന്ത്യയിൽ ഒരു വർഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് സിവിൽ സർവീസ് എക്സാം എഴുതുന്നത്. ഒരുപാട് പേരുടെ വലിയ സ്വപ്നമാണിത്. കേവലം ഒരു ജോലിക്കപ്പുറം രാഷ്ട്ര പുരോഗതിയിൽ പങ്കാളിയാവാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് സിവിൽ സർവീസ്. പ്രതിസന്ധികളിൽ തകരാതെ സിവിൽ സർവീസ് എക്സാമിൽ ഉന്നത വിജയം നേടി ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന സ്വപ്നം നേടിയെടുത്ത ഗോകുൽ കൃഷ്ണയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. ഗോകുൽ, വെൽക്കം ടു ഐക്കോണിക് ഫ്രേസ്. സിവിൽ സർവീസ് എന്നൊരു സ്വപ്നം തുടങ്ങുന്നത് എപ്പോൾ മുതലാണ്? അതിലേക്ക് വരാനുള്ളൊരു മോട്ടിവേഷൻ എന്തായിരുന്നു? കുട്ടിക്കാലം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു അതെയോ പിന്നീട് വന്നൊരു ഇതായിരുന്നു? സ്വപ്നം ഈ പറഞ്ഞ പോലെ എല്ലാവരും സിനിമയിൽ കാണുന്നപ്പോൾ എൻ്റെ ആദ്യത്തെ സിവിൽ സർവൻ്റ് ആവണമെന്ന് തോന്നിയത്, അല്ലെങ്കിൽ IPS ഓഫീസർ ആവണം തോന്നിയത് എനിക്ക് വിക്രമാദിത്യം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടാണ്. പക്ഷേ എല്ലാവരെയും പോലെ നമുക്ക് അതിനുള്ള ഇവിടെ ആരും നമുക്ക് മെൻറ്റർ ചെയ്യാനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ട്രിഗർ വന്നതെന്ന് വെച്ചാൽ എനിക്ക് 2018 ഒരു ആക്സിഡൻറ്റ് പറ്റി. ആക്സിഡൻറ്റിനകത്ത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പാരലൈസ്ഡ് ആയി. സോ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് വഴികൾ നോക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ബോഡി ബിൽഡറാണ്. അപ്പോൾ 2018 ഞാൻ എന്നിട്ട് ബാംഗ്ലൂർ ജിമ്മ് തുടങ്ങാമെന്നൊക്കെ ഒരു സംഭവം വന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ജിമ്മിലെ മാഷ് പുള്ളി പറഞ്ഞു, അത് പറഞ്ഞ പോലെ കുറേ പേരെന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ ഇത് ചെയ്യ് എന്ന്, ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്നും നോക്കാനില്ല, ഇത് ചെയ്യ് എന്ന് പറഞ്ഞത് തുടക്കം ഇട്ടത് പുള്ളിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിവിൽ സർവീസിലേക്ക് വന്നത്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ നേരത്തെ ഉള്ള സ്വപ്നമോ എല്ലാവരും നേരത്തെ പ്രിപ്പറേഷനോ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ആക്സിഡന്റിന് മുമ്പ് അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് ശരിക്കും ആ ഒരു ബോഡി ബിൽഡർ ആ ഒരു കാറ്റഗറിയിലേക്ക് പോകാനായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ മോഡലും, പിന്നെ എനിക്ക് ആക്ടിങ്ങിൽ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് MBA ചെയ്യണം താല്പര്യമുണ്ടെന്ന്, പുറത്ത് പോകണം താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളിപ്പോൾ കോളേജ് പഠിക്കുമ്പോഴത്തേനും തീരുമാനം ഉണ്ടായിട്ടില്ല. ബട്ട് ഈ ഒരു ആക്സിഡൻ്റാണ് ഐ വിൽ സേ ദിസ് ഇസ് ദ ട്രിഗർ പോയിന്റ് ടു ബിക്കം എ സിവിൽ സർവൻറ്റ് ഫോർ മീ. ഓക്കെ. അപ്പോൾ അതിനു മുമ്പുള്ള എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയായിരുന്നു? ഇതിനു വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 10th വരെ ഇവിടെ നമ്മുടെ പൂത്തോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീനാരായണ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. 11th and 12th സെൻറ്റ് ഇഗ്നേഷ്യസ് കാഞ്ഞിരമറ്റം, നമ്മുടെ ഇവിടെ തന്നെയുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മുത്തൂറ്റിൻ്റെ ഇവിടെ കോളേജ് ഉണ്ട് എറണാകുളത്ത്, അവിടെ തന്നെയാണ് ഞാൻ ചെയ്തത്. അല്ലാണ്ട് ഇതിനു വേണ്ടി ഞാൻ പ്രിപ്പറേഷൻ ഒന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2019 തൊട്ടിട്ടാണ് എൻ്റെ പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഒരു ആക്സിഡന്റ് വരുമ്പോൾ നോർമലി ഫസ്റ്റ് നമുക്കതൊരു പെയിൻഫുൾ ടൈം ആയിരിക്കുമല്ലോ. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യും? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത്? അതിനെ ഓവർകം ചെയ്ത് സിവിൽ സർവൻറ്റ് എന്നൊരു ഓപ്ഷനിലേക്ക് പോവാം. ഞാൻ പറയുവാണെങ്കിൽ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഇതിനെ കുറച്ചെന്നെ സഹായിച്ചിട്ടുണ്ട്. ബിക്കോസ് ആ ട്രോമ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് സമയം വേണം. എന്ന് പറഞ്ഞാൽ നമ്മളത് അനുഭവിച്ച് വേണം അത് കളയാനായിട്ട്. പക്ഷേ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ആ ഒരു തിരക്ക് കാരണം ഞാൻ ആ ഒരു വഴിയിലേക്ക് പോയി. അപ്പോൾ നമുക്കത് എന്താ പറയുക, സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്നെ ഈ ഒരു ട്രോമയിൽ നിന്ന് ഇറക്കാനായിട്ടും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ടൈം എടുത്തു. നമ്മുടെ ഉള്ളിലുള്ള ഒരു ട്രോമ പോയാലാണ് നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഈ ട്രോമയിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നോ? അതെയോ കൂടുതലും സെൽഫ് സ്റ്റഡി ആയിരുന്നു? ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. സിവിൽ സർവീസ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാനിവിടുന്ന് സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ കുറേ എല്ലാം ഇപ്പോൾ സർവീസ് IAS, IPS, IAS, IFS എല്ലാം കൂടി ഉള്ളൊരു സർവീസാണ്. ഞാനിവിടുന്ന് പോയത് തന്നെ IAS പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് ഞാൻ പോയത്. എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പോലും അറിയില്ലായിരുന്നു എന്തായിരുന്നെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താണ് ഈ സിവിൽ സർവീസ്, എന്താണ് പഠിക്കേണ്ടത്, അതിന് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഡൽഹി പോയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും നമ്മൾ പോകുന്നത് ഇപ്പോൾ സിനിമയിലാണെങ്കിലും എന്തിനാണെങ്കിലും ഡൽഹിയാണ് സിവിൽ സർവീസിൻ്റെ ഒരു കേന്ദ്രമെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് പോയത്. പക്ഷേ ഒരുപാട് ഉപയോഗം ഉണ്ടായില്ലെങ്കിലും ഐ കുഡ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. എന്നിട്ട് ഞാൻ എൻ്റെ സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വീട്ടിൽ വന്ന് നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ വീട്ടിൽ നിന്ന് പ്രിപ്പറേഷൻ ശരിയാകാത്തതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പോയി നിന്ന് പഠിച്ചു. അങ്ങനെയാണ് സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്.
ഗോകുൽ പറഞ്ഞ പോലെ ഇപ്പോൾ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പൊതുവേ പറയുന്നതാണ് ഡൽഹിയിലെ ഏതെങ്കിലും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും ഈ ഒരു ഡൽഹിയിലെ കോച്ചിങ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്ത. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെയുള്ളവർക്കും പറ്റുന്ന ഒരു ആഗ്രഹമായിരിക്കും സിവിൽ സർവീസ്? അത് ഡൽഹി തന്നെ പോകണമെന്ന് ഞാൻ പറയില്ല. കേരളത്തിൽ തന്നെ ഇപ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കുറേ ഉണ്ട്. അവിടെ തന്നെ നല്ല റിസൾട്ടും ചെയ്യുന്നവരുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് പഠിക്കുന്നത് വെച്ചാൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുത്ത് ഓൺലൈൻ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ബിക്കോസ് ഞാനിപ്പോൾ ഇപ്പോൾ അൺഅക്കാഡമിനെ ഒരു ഡിഗ്രേഡ് ഞാൻ പറയുന്നതല്ല. പക്ഷേ ഞാനത് എടുത്തുകൊണ്ട് എനിക്ക് ഉപയോഗം ഉണ്ടായിട്ടില്ല. പിന്നെ കേരളത്തിലെ സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകം ഞാൻ പറയുവാണെങ്കിൽ, ബിക്കോസ് ഇത് കാണുന്നത് മോസ്റ്റ്ലി മലയാളി ഓഡിയൻസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ എനിക്ക് പരിചയമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് പോയി നിന്നപ്പോൾ തന്നെ എനിക്കൊരു സാറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചാണ് ഞാൻ പോയത്. നിതിൻ മേനോൻ. പുള്ളി ഫോർച്യൂണിലുള്ളതാണ്. അപ്പോൾ അവിടെ നല്ല ഇപ്പം ഞാനവിടെ പോയപ്പോഴത്തേനും ഐ വാസ് എന്താ പറയുക സ്കെപ്റ്റിക്കൽ അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്. കാരണം ഞാൻ ഡൽഹി പോയി നിന്ന് പഠിച്ചാണ്. ഡൽഹിയാണ് അടിപൊളി. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുത്തെ സാർമാരുടെ ക്വാളിറ്റി, നമ്മുടെ ഒരു സ്റ്റുഡൻസിന് ഇൻവെസ്റ്റ് ചെയ്യണം അവരുടെ ടൈം, ഇതൊക്കെ കൂടുതലാണ് കമ്പയർ ടു ഡൽഹി. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഡൽഹി നിന്ന് പഠിക്കണമെന്നില്ല, ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഡൽഹിയിലെ വേറൊരു കാര്യം കൂടെ എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ആക്സിഡൻറ്റ് നടന്നു, ഫ്ലഡ് നടന്നു, കുറച്ച് പേര് അവിടെ മരണപ്പെട്ടു. റാവൂസിൻ്റെ ഒരു ഇഷ്യൂ, പിന്നെ അല്ലാണ്ട് വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ അന്വേഷിച്ചപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് അവിടെ പോയി നിന്ന് വീണ്ടും പ്രിപ്പയർ ചെയ്യണവരുണ്ട്. ഇത് കിട്ടി കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യണമുണ്ട് വീണ്ടും ഹയർ സർവീസിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ എന്ന് പറഞ്ഞപ്പോഴും അവിടെയൊക്കെ വേക്കൻ്റ് ആണ്. കാരണം ഇപ്പോൾ അവിടെ തന്നെ നിന്ന് പഠിക്കാനും നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ള സംഭവം വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ഒരു റെവല്യൂഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഡൽഹി ഈസ് നോട്ട് ദ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ടു പ്രിപ്പയർ സിവിൽ സർവീസസ്. ഓക്കെ. അപ്പോൾ ഗോകുൽ ടോട്ടൽ എത്ര ടൈം ആയിരുന്നു? ഒരു ദിവസം എത്ര ടൈം വെച്ച് പ്രിപ്പയർ ചെയ്യും? അതുപോലെ ടോട്ടൽ എത്ര വർഷം എടുത്തു ഈ ഒരു ജേർണി? എൻ്റെ ജേർണി ഞാൻ പറയുവാണെങ്കിൽ ഒരു 4 to 5 years ഏകദേശം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് തന്നെ ഏകദേശം ഒരു 10 to 12 hours ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. മേ ബി ഒരു 6 to 7 years ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വരുന്നത്. പിന്നെ ജോലി ചെയ്യുന്നവരുണ്ട്, അവർ പ്രിപ്പയർ ചെയ്യണമെന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് 4 മണിക്കൂറോ ശരിക്കും 4 to 5 മണിക്കൂർ കറക്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കാരണം ഈ ലാസ്റ്റ് ടൈം ഞാൻ ജസ്റ്റ് പ്രിലിംസ് എഴുതിയായിരുന്നു. ഐ ഡിഡ്ന്റ് തോട്ട് ദാറ്റ് ഐ വിൽ ഗെറ്റ് ഇൻ ടു IFS. സോ ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാനൊരു 4 to 5 മണിക്കൂർ മാത്രമാണ് ഞാൻ പഠിച്ചുള്ളൂ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന്. അപ്പോൾ ഒരു 4 to 5 years മിനിമം പഠിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ടൈം മേ ബി ഒരു 10 to 12 hours ഞാൻ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു പല പല കാര്യങ്ങളായിട്ട്. ഇപ്പോൾ പഠനമായിട്ടാണെങ്കിലും റൈറ്റിംഗ് ആയിട്ടാണെങ്കിലും പിന്നെ കുറേ സബ്ജക്ട്സ് ഉണ്ടല്ലോ. ഇപ്പോൾ GS പേപ്പേഴ്സ് ഉണ്ട്, PSI ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് എല്ലാത്തിനും 10 to 12 hours വെച്ച് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ സിവിൽ സർവീസ് എക്സാം നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എക്സാമിനെ പോലെ നമുക്കൊരു 1 മന്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നതല്ല. പ്രിലിംസ് തൊട്ട് ഇൻ്റർവ്യൂ വരെ ഏകദേശം ഒരു 1 ഇയറിൽ എബവ് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടൈം ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ എങ്ങനെയാണ് കിട്ടിയത്? ഇത്രയും പ്രിപ്പറേഷൻ? യെസ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ലബാസിനോ അല്ലെങ്കിൽ മസൂരി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. മോസ്റ്റ്ലി എല്ലാവരും ഒരു 3 to 4 years കഴിയാനായിട്ടായിരിക്കും. ഒരു 90% ആളുകളും അങ്ങനെയുള്ള ആളുകളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉള്ളിലെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഞാൻ കോളേജ് കഴിഞ്ഞ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റി, എനിക്ക് വേറെ സ്കില്ലില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളായിരുന്നു. പിന്നെ എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉള്ളിലൊരു ഫയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്തേ പറ്റുള്ളൂ. അതിപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിൽ ഞാൻ ബോഡി ബിൽഡ് ചെയ്തുകൊണ്ട് വന്നപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഫയർ ഉള്ളതുകൊണ്ടാണ് എനിക്കിവിടെ എത്താൻ പറ്റിയത്. ബാക്കിയുള്ളവരാണെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ വേറെ വഴിയില്ല, നമ്മളിതിനകത്ത് പെട്ടു. ഇതിനകത്ത് ഇറങ്ങിപ്പെടുന്നവരിത് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇൻ ടു എ ലൂപ്പ്. അപ്പോൾ ആ ലൂപ്പ് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ലൂപ്പിൽ ഇങ്ങനെ കിടന്ന് കണ്ടിന്യൂസ് കളിച്ചുകൊണ്ടിരിക്കും. നമുക്കിത് പുറത്തിറങ്ങാനത് തോന്നുന്നില്ല. നമ്മൾ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തതല്ലേ, വീണ്ടും നമുക്ക് പഠിക്കാം. എനിക്കും അത് തന്നെയാണ്. പക്ഷേ എനിക്ക് കുറച്ച് ഭാഗ്യം ഉണ്ടായിരുന്നു. സോ ഐ കുഡ് ഗെറ്റ് ഇറ്റ്. ഏതെങ്കിലും ഒരു മൊമെന്റിൽ സെൽഫ് ഡൗട്ട് വന്നിട്ടുണ്ടോ? ഇത് ക്വിറ്റ് ചെയ്യണോ, ഗിവ് അപ്പ് ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും തോട്ട് വന്നിട്ടുണ്ടോ? അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്? സെൽഫ് ഡൗട്ട് ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് പ്രിപ്പറേഷൻ. അത് മേ ബി ചിലർക്ക് എല്ലാ ദിവസവും തോന്നും, ചിലർക്ക് ആഴ്ചയിൽ തോന്നും, ചിലർക്ക് വീക്കിൽ. നമുക്കിപ്പോൾ ഒരു ടെസ്റ്റ് എടുത്തിട്ട് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കത് തോന്നും, ഇത് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ നെക്സ്റ്റ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മളത് ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ പെർസീവറൻസ് ആണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും ട്രൈ ചെയ്ത് വീണ്ടും നമ്മൾ തന്നെ. ഇപ്പോൾ ബാക്കി സെൽഫ് ഡൗട്ട് വന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരാളായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്താണ്. ഡോണ്ട് ഡു ദാറ്റ്. നമ്മളെ തന്നെ കമ്പയർ ചെയ്യുക, നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോ ദിവസം തമ്മിലുള്ളതാണ് കോമ്പറ്റീഷൻ. സോ ഇമ്പ്രൂവ് ദാറ്റ്. സോ എനിക്കിത് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെയാണ്, നമ്മളായിട്ടുള്ള കോമ്പറ്റീഷനാണ്. ബാക്കിയുള്ളവരെ നോക്കി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് ടെൻഷൻ വരും, പിന്നെ സെൽഫ് ഡൗട്ട് വരും. അവർ നമ്മളെക്കാൾ നന്നായിട്ട് പഠിക്കുന്നില്ല, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണ്ടോ. ഇന്ന് എന്തായിരുന്നു ഞാൻ, നാളെ എന്തായിരുന്നു ഞാൻ, ഇത് നോക്കുകയാണ് കാര്യം. ഇതിപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലാണ്. സർവീസ് കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. കോമ്പറ്റീഷൻ ഉണ്ടാവും, പക്ഷെ നമ്മളായിട്ടുള്ള കോമ്പീറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ കുറേ പേര് ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് കഴിയുമ്പോൾ ഈ തോൽക്കുമോ എന്നുള്ള ഒരു പേടിയിൽ ക്വിറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്വിറ്റ് ചെയ്യാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എടുത്ത ആ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു? ഇപ്പോൾ ക്വിറ്റ് ചെയ്യേണ്ടവർ വേറെ എന്തെങ്കിലും സ്കിൽ ഉണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യണം. ഇപ്പോൾ 1 ഇയർ പ്രിപ്പയർ ശരിക്കും അത് മതി. 1 ഇയർ പ്രിപ്പറേഷൻ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വെറുതെ എല്ലാ ദിവസവും നമ്മൾ എക്കണോമിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള വെറുതെ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് അതിനകത്ത് തന്നെ ആ ലൂപ്പിൽ പെട്ടു. സോ വേറെ എന്തെങ്കിലും സ്കില്ലുണ്ട്. ഇപ്പോൾ നിങ്ങൾ MBA വേറെ എന്തെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ സൂര്യൻ എന്നാണ് പേര്. പുള്ളി കുറേ നാൾ ഇപ്പം ലാസ്റ്റ് അല്ല ഒരു 8th അറ്റംപ്റ്റ് എങ്ങാണ്ടായി പുള്ളി. പക്ഷെ പുള്ളി വേറെ വർക്ക് ചെയ്തുകൊണ്ടാണ് ചെയ്തിരുന്നുണ്ടെന്നത്. ആദ്യമേ 2 വർഷം നോക്കി, പിന്നെ കിട്ടിയില്ല. പുള്ളി വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വർക്കിൻ്റെ ഇടയിലാണ് പുള്ളി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ക്വിറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. എനിക്ക് തുടങ്ങി വെച്ചത് എനിക്ക് തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത് വിടാണ്ട് ഞാൻ പിടിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ജേർണിയിൽ സ്ട്രെസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നമുക്കറിയാം കുറച്ച് കൂളായിരിക്കില്ല. എപ്പോഴും കുറച്ച് സ്ട്രെസ് വരുന്നൊരു ഫീൽഡ് കൂടിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റഡി ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ആ സ്ട്രെസ് എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്ട്രെസ്സ് പല രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ മുതലേ ചെയ്തപ്പോൾ കുറച്ച് നാൾ വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് നടക്കും. ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം. ഫ്രണ്ട്സ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വൈഫ്, നേരത്തെ ഗേൾ ഫ്രണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കുറച്ച് വ്യത്യാസം വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 2 കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ മെൻറ്റേഴ്സ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഒരു സാറിൻ്റെ കാര്യം പറഞ്ഞു, വിതിൻ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് വരാൻ നേരത്ത് പുള്ളിയോടൊന്ന് ചോദിക്കും, ഇതിങ്ങനെയാണോ? പുള്ളി പറയും നിന്നെക്കൊണ്ടത് പറ്റും എന്നൊരു സംഭവം നമുക്കൊരു അഷുറൻസ് തരും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് എൻ്റെ സ്ട്രെസ്സിനെ ഞാൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹായിച്ചത്. ആ ഒരു സിവിൽ സർവീസിലേക്കുള്ള ജേർണിയിൽ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സ്ട്രഗിൾസ് എന്തൊക്കെയായിരിക്കും? സ്ട്രഗിൾസ് എനിക്കങ്ങനെ എടുത്തു പറയാനായിട്ടുള്ള സ്ട്രഗിൾസ് ഇല്ല. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ 2021 ഒരു ഇൻ്റർവ്യൂവിന് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കിട്ടാണ്ട് വന്നപ്പോൾ ഒരു വലിയൊരു വിഷമം വന്നു. ഇനി എന്ത് ചെയ്യുമെന്നുള്ള സെറ്റപ്പിൽ. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പ്രിലിംസ് വന്നു. അപ്പോൾ അതും കിട്ടിയില്ല 2022. അപ്പോൾ ഈ ഒരു ടൈമാണ് ഞാൻ ഈ ജേർണിയിൽ ഫേസ് ചെയ്ത ഏറ്റവും ഒരു ഡൗൺ പോയിന്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ റീക്കവർ. അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഫുള്ള് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പിന്നെ നമ്മൾ വലിയൊരു പരിപാടി നേരിട്ടുകൊണ്ട് ഹാൻഡ് പാരലൈസ്ഡ് എത്ര നാൾ ജീവിച്ച് അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ആ ഒരു പരിപാടി ഡീൽ ചെയ്തുകൊണ്ട് ഇത് വലിയ ചെറുതായിട്ടാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും ഇതിങ്ങനെ നമ്മൾ ഡീൽ ചെയ്തു, ഇനിയിപ്പോൾ ജീവിതത്തിൽ എന്ത് വേണം ഡീൽ ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ എൻ്റെ സ്ട്രെസ് കോപ്പിങ്ങും പിന്നെ ഇതിൽ നിന്ന് വിട്ടുപോകാണ്ടിരിക്കാനുള്ള മെയിൻ കാരണം. ഈ ഒരു പ്രിപ്പറേഷനിൽ UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ മെയിൻലി ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി പറയുവാണെങ്കിൽ എന്തൊക്കെയായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്ട്രാറ്റജി ഇപ്പോൾ പലർക്കും പല സ്ട്രാറ്റജിയാണ്. അത് ഞാൻ എടുത്തു പറയുകയാണ്. എല്ലാവരെയും പോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു സ്ട്രാറ്റജി അല്ലേ നമ്മൾ ടോപ്പേഴ്സിന്റെ ഒക്കെ സ്ട്രാറ്റജി കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടാണ്? അതേ പറഞ്ഞ പലർക്കും പല സ്ട്രാറ്റജി. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് നേരം പഠിക്കും. ഒരു 2 hours രാവിലെ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂസ് പേപ്പർ വായിക്കും. ഒരു 1 hour ന്യൂസ് പേപ്പർ വായിക്കും. പിന്നെ കുറച്ച് എന്തെങ്കിലും നമ്മൾ നോട്ട് എഴുതി വെച്ച നോട്ട് ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ റിവൈസ് ചെയ്യും. പിന്നെ ആൻസർ എഴുതും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എസ്സേയുടെ ഒരു പേപ്പറുണ്ട്, അത് നമ്മൾ നോക്കും കുറച്ച് നേരം. അതും ഒരു 1 hour എന്തെങ്കിലും ചെയ്യാനായിട്ടില്ല. ഇപ്പോൾ ബ്രെയിൻ സ്റ്റോം എന്തെങ്കിലും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് PSI ഓപ്ഷണൽ പേപ്പർ അതൊരു 2 hours നോക്കും. അതിൻ്റെ ആൻസർ എഴുതും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ സ്ട്രാറ്റജി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വേറൊരു സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബെൻജോബി ജോസ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഉണ്ട്. അവൻ 59th റാങ്കാണ്. അവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ ആൻസർ എഴുതാറുണ്ടായിരുന്നില്ല ലാസ്റ്റ്. ഇപ്പോൾ എല്ലാവരും പറയും ആൻസർ എഴുതുന്നത്, പക്ഷേ അവൻ ആൻസർ എഴുതാണ്ടിരുന്നില്ല. അവൻ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് മാത്രമാണ് പാസ് ചെയ്തത്. അപ്പോൾ ദിസ് ഈസ് നോട്ട് ഇപ്പോൾ ഒരു ഇന്ന സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാമെന്നില്ല. എല്ലാവർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. അത് കറക്റ്റായിട്ട് അതിൽ വിശ്വസിച്ച് പോവുക. നമുക്കിത് പറയാം, സെൽഫ് ഡൗട്ട് ഇതിനകത്ത് തോന്നരുത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ തന്നെ വിശ്വസിച്ച് നമ്മുടെ സ്ട്രാറ്റജിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ പാസ്സാവുന്നുള്ളൂ. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് അബൌട്ട് കോൺഫിഡൻസ്. ഏറ്റവും കൂടുതൽ വരുന്ന ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലാണ് കോൺഫിഡൻസിൻ്റെ കാര്യം. ഈ പ്രിപ്പറേഷൻ ടൈമിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയതാണ് അല്ലെങ്കിൽ ഇനി ഒന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പ്രിപ്പറേഷനിൽ ഞാൻ ഇത് ചെയ്യരുതായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു, അങ്ങനെ തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ തെറ്റായി പോകും. കാരണം ഞാൻ പറയുന്നത് എല്ലായിടത്തും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. നമ്മളിത് ഇതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകാന്നുള്ള സെറ്റപ്പിലാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുവാണെങ്കിൽ ഐ കുഡ് ഹാവ് ഗോൺ ടു ട്രിവാൻഡ്രം ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു ഡൽഹി. കാരണം നമുക്ക് കുറച്ചുകൂടെ സാറന്മാരായിട്ടുള്ള മേ ബി എൻ്റെ ജേർണി കുറച്ചുകൂടെ ഷോർട്ട് ആക്കിയാൽ. അവിടുത്തെ ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് അവിടുത്തെ കുറേ സ്ട്രെസ്സുകൾ, ഇപ്പോൾ ഇവിടുന്ന് പോയ സ്ട്രെസ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് പോയി നിൽക്കുമായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം പേഴ്സണൽ കണക്ഷൻ വിത്ത് മെൻറ്റേഴ്സ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവർ നോക്കുകയാണെങ്കിൽ ഒരു കോച്ചിങ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ മെയിൻലി അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാത്തവർക്കും ഉള്ള കാര്യം. ഇപ്പോൾ ജോലി ചെയ്യാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8 hours എങ്കിലും കൊടുക്കുവാണെങ്കിൽ മാത്രം ഇതിനകത്തായിട്ട് ഇറങ്ങിത്തിരിക്കാം. മറ്റവരാണെങ്കിൽ 4 hours. പിന്നെ കൃത്യമായിട്ടുള്ള ഇപ്പോൾ ഡെയിലി ഇപ്പോൾ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം കുറേ പഠിച്ചു പിന്നെ പിറ്റേ ദിവസം പഠിക്കരുത്. അങ്ങനെയുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു 1 year എങ്കിലും ഈ ഒരു കണ്ടിന്യൂസ് 8 hours അല്ലെങ്കിൽ 4 hours കണ്ടിന്യൂസ് ഇരുന്ന് പഠിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് പിന്നെ നമുക്കൊരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഒന്ന് കോപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ വേറെ സ്ഥലത്ത് പോയി നിന്ന് പഠിക്കുന്ന കാര്യം അത് ഓൺലൈൻ പഠിക്കുന്ന കാര്യം ഇപ്പോൾ ജോലി ചെയ്യണവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഓൺലൈൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് വൈസായിട്ട് ചൂസ് ചെയ്യുക. എവിടെ പോകണം എന്ത് വേണം കുറച്ച് അന്വേഷിച്ചിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊന്നും അന്വേഷിച്ചില്ല. ഞാൻ ഗൂഗിളിൽ നോക്കി ബെസ്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമുക്ക് ഈ മറ്റേ ആഡിൻ്റെ പരിപാടിയൊന്നും അറിയില്ലായിരുന്നു. ഇച്ചിരി മറ്റേ എടുത്തിയാട്ടം കൂടുതലുള്ള ടീമാണ് ഞാനും. അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേനും ഫസ്റ്റ് വിളിച്ച് ചോദിച്ചാൽ അവിടെ ചെന്ന് ചെയ്യായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു അബദ്ധമാണ്. അപ്പോൾ കുറച്ച് നോക്കിയിട്ട് പോവുക. എന്താണ് കുറച്ച് അനലൈസ് ചെയ്ത് മാർക്കറ്റ് അനലൈസ് ചെയ്ത് അവിടെ ചെന്ന് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചേരേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഐലോൺ ഉണ്ട്, ലീഡുണ്ട്, ഫോർച്യൂണുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഏതാണ് നിങ്ങളുടെ ഒരു സംഭവം നിങ്ങൾക്കിപ്പോൾ പ്രൈസ് വൈസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിലാണെങ്കിലും എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് ഇപ്പോൾ ടൈം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ വീക്കെൻഡ് ബാച്ച് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചേരാൻ പറ്റുവാണെങ്കിൽ അത് നല്ല. അപ്പോൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് ഓൺലൈനും ഓഫ്ലൈനും എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. റിസോഴ്സസ് ഓവർലോഡഡ് എന്ന് എന്നത് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള ഒരു ഒപ്പീനിയൻ എന്താ? യൂട്യൂബ് ആദ്യമൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെയിം നമുക്കറിയാവുന്ന കാര്യം തന്നെ. ഇപ്പോൾ 4 years ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി അറിയാവുന്ന കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് തന്നെ ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങളൊന്നും അല്ല യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ യൂട്യൂബിനകത്ത് ഞാൻ അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. കൂടുതലും ഇപ്പോൾ പറഞ്ഞ പുതിയ ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഇപ്പോൾ നല്ല ബുക്കാണെന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. യൂട്യൂബിനകത്ത് കൂടുതലും ഈ പറയുന്ന പോലെ സ്ട്രാറ്റജിയും അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ ഉള്ള സെറ്റപ്പിൽ മാത്രമാണ് പറയുന്നത്. അല്ലാണ്ട് കൂടുതലായിട്ട് പുതിയതായിട്ട് യൂട്യൂബിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയൊരാൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് ഇത് സ്ട്രാറ്റജി ഉണ്ടാക്കാനും ഇപ്പോൾ എത്ര നേരം പഠിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ യൂട്യൂബിലാണ് ഇടുന്നത്. അപ്പോൾ യൂട്യൂബിൽ ഈ പറയുന്ന പോലെ ഇത്ര സമയം പഠിക്കണം എന്നൊക്കെ ഒരു സ്ട്രാറ്റജി അതിനകത്തും പറയുന്നുണ്ടാവും. അത് നല്ലൊരു കാര്യമാണ്. അതല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. പിന്നെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ന്യൂസ് പേപ്പർ റീഡിങ്ങും ബാക്കി എന്തെല്ലാം റിസോഴ്സസ് യൂസ് ചെയ്തിട്ടുണ്ട്? കറണ്ട് അഫയേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ ന്യൂസ് പേപ്പർ വായിക്കണ ശീലം ഇത് പണ്ട് തൊട്ടുള്ളൊരു ഹാബിറ്റ് ആയിരുന്നു. അത് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഇല്ല. പണ്ട് അച്ഛനൊക്കെ പറയാൻ നേരത്ത് നമ്മൾ പുച്ഛിച്ച് തള്ളുമായിരുന്നു. എന്ത് ചെയ്യും പേപ്പർ വായിക്കണ കാര്യം പറയാൻ നേരത്ത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും സ്പോർട്സ് പേജും പിന്നെ സിനിമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമാണ് വായിക്കാറുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ബാക്കിൽ നിന്ന് വായന തുടങ്ങുന്നത്. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് അറിഞ്ഞപ്പോഴത്തേനും ഞാൻ വായിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ശീലം തന്നെ പോകുന്നുണ്ട്. പിന്നെ വേറൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പൊക്കി പറഞ്ഞല്ല, വിഷൻ IAS എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൻ്റെ കറണ്ട് അഫയേഴ്സ് അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല. ബാക്കിയുള്ളത് നല്ല അഭിപ്രായമായിട്ട് ഞാൻ പറയുകയില്ല വിഷൻ്റെ. പക്ഷേ ഈ ഒരു കാര്യം ഈ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം എന്നെ റിയലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് മന്ത്ലി മാഗസിനാണത്. അപ്പോൾ ഞാൻ മന്ത്ലി മാഗസിൻ ഡെയിലി ഞാനിങ്ങനെ വായിക്കുമായിരുന്നു. 1 hour അതിന് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു 2 hours വായിക്കണ കാര്യം അതിനകത്ത് 1 hour എൻ്റെ കറണ്ട് അഫയേഴ്സ് വായനയാണ്. അപ്പോൾ ഞാൻ ഡെയിലി ചുമ്മാ ഇങ്ങനെ റിവൈസ് ചെയ്യും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സ്ട്രാറ്റജി. കറണ്ട് അഫയേഴ്സ് മാഗസിൻ പ്ലസ് ഈ ന്യൂസ് പേപ്പർ. നമ്മൾ പ്രിലിംസിലും മെയിൻസിലും ഇൻ്റർവ്യൂവിലും വരുമ്പോൾ സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട രീതിയിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രിലിംസ് പ്രിപ്പറേഷൻ എത്ര മന്ത്സ് ആണ് എക്സാമിന് മുമ്പ് നമ്മൾ കൊടുക്കേണ്ടത്? പ്രിലിംസ് ഫോക്കസ് ചെയ്യും. ഞാൻ ശരിക്കും അങ്ങനെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാനൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യണ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ആൻസർ റൈവർ നിർത്തും. ഇപ്പോൾ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ആൻസർ റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആൻസർ റൈറ്റിംഗ് ഞാനൊരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേനും നിർത്തും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വായനയും പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു ചേഞ്ച് വരുത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പ്രിലിംസിനാണെങ്കിൽ MCQ ടെസ്റ്റ്, മറ്റേനാണെങ്കിൽ റൈറ്റിംഗ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ MCQ ചെയ്യണമെന്നില്ല. ചിലർ വേറെ സ്ട്രാറ്റജി. പക്ഷേ MCQ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ട് ഇപ്പോൾ നമ്മളെപ്പോലെ തുടക്കക്കാർക്ക് അത് വളരെ നല്ലതായിരിക്കും. കാരണം ഇത് എലിമിനേറ്റ് ചെയ്യുന്ന ടെക്നിക്സ് എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അത് ഞാൻ മാർച്ച് മുതലാണ് കൂടുതലും ചെയ്തു തുടങ്ങിയത്. പിന്നെ മെയിൻസും അങ്ങനെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്ത് തന്നെ വേറെ കൂടുതലായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. ചുമ്മാ എഴുതിയാൽ മാത്രം പോരാ, ഇതിന് ഒരു ഫീഡ്ബാക്ക് മേടിക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫീഡ്ബാക്ക് ചെയ്യാനുള്ള കഴിവ് വേണം. അപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ ഇവിടെ എന്താണ് തെറ്റെന്ന് കണ്ടുപിടിക്കാനുള്ള നമുക്ക് തന്നെ ഒരു കഴിവ് വേണം. അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ മെൻറ്റർ ഉണ്ടായിരുന്നു. പുള്ളിനെ കാണാൻ നേരത്ത് പുള്ളി പറഞ്ഞു തരും ഇത് കുറച്ചുകൂടി വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ അടുത്തതിന് വ്യത്യാസം വരുത്തണം. അങ്ങനെ സെയിം സാധനം തന്നെ കൊണ്ടുവരുത്. പുള്ളി അങ്ങനെ കൊണ്ടുവരുന്ന ചീത്തയും പറയും.
അപ്പോൾ നമ്മൾ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അതിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരാനായിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് അതിന് കിട്ടും. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ 2024 ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് കോൺഫിഡൻസ്. നമ്മളെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ട് പഠിച്ച കാര്യങ്ങളാണ്, ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുകയുള്ളൂ. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയാം, പക്ഷേ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ആരും മനസ്സിലായി, എനിക്ക് ചെറിയ കോൺഫിഡൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിയാൻ നേരത്തും ആളുകൾ ഇവിടെ എത്താൻ നേരത്തൊക്കെ നമുക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ റിപ്ലൈ കൊടുക്കുക, ഇതാണ് ശരി എന്ന് പറഞ്ഞ് കൊടുക്കുക. തെറ്റാണെങ്കിൽ അപ്പോൾ ഒരു വേറെ കാര്യം തെറ്റാണെങ്കിൽ ദിസ് മൈ നോളജ് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിർത്തിയേക്കുക. പ്രിലിംസ് പ്രിപ്പറേഷനിൽ മെയിൻലി യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയായിരുന്നു? മെയിൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെയിം മെറ്റീരിയൽസ് തന്നെയായിരുന്നോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കങ്ങനെ ഞാൻ രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിച്ചിട്ടില്ല. അപ്പോൾ ആകെ ഒരു ചേഞ്ച് വരുത്തിയെന്ന് പറഞ്ഞാൽ മാർച്ച് തൊട്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മെറ്റീരിയലൊക്കെ ഏകദേശം സെയിം തന്നെയായിരുന്നു. പിന്നെ പ്രിപ്പറേഷൻ്റെ ആ എൻഡ് സ്റ്റേജ് ആവുന്ന നേരത്ത് ഒരു മാർച്ച് തൊട്ടിട്ടൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ ചെറിയ ചെറിയ പോയിന്റേഴ്സ് എഴുതി വയ്ക്കും. എന്തൊക്കെ ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു MCQ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് അതിനകത്ത് നമുക്കറിയാത്ത കാര്യങ്ങൾ പോയിന്റേഴ്സ് ആയിട്ട് എഴുതി വയ്ക്കും. അത്രമാത്രമാണ് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് മെറ്റീരിയൽസിനൊന്നും അങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എനിക്ക്. ശരിക്കും നമുക്ക് എക്സാം പാറ്റേൺ വെച്ച് എക്സാം സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ പ്രിലിംസ് ആണ് ഫസ്റ്റ് വരിക. പക്ഷേ മെയിൻസിന് വേണ്ടി ആയിരിക്കണം ഫസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു എത്ര മന്ത്സ് മുമ്പ് നമ്മൾ ശരിക്കും ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് മിനിമം? ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു മെയിൻസിൻ്റെ പരിപാടി ഒരു ഫെബ്രുവരി ആകുമ്പോൾ ഏകദേശം സെറ്റായിരിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ചിലരുണ്ട് ഈ പറഞ്ഞ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിൻ്റെ ടൈമിൽ ഓപ്ഷനിൽ പഠിക്കുന്നവരുണ്ട്. പക്ഷേ അത് ഇച്ചിരി എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു സേഫ് ആയുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി ആകുമ്പോൾ ഏകദേശം നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി നമ്മൾ ചെയ്തു വെച്ചിരിക്കണം. അതാണ് ഐഡിയലായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആൻസർ റൈറ്റിംഗ് ഒക്കെ ഏകദേശം കുറച്ചൊരു എല്ലാ സബ്ജക്റ്റിനും അറ്റ്ലീസ്റ്റ് ഒരു 10 ആൻസർ വെച്ചിട്ടെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കണം മിനിമം, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രിലിംസിലേക്ക് പോകാനായിട്ട്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് എക്സാം പ്രാക്ടീസ്, മോക്ക് എക്സാംസ്, ടെസ്റ്റ് സീരീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം, അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഈ മോക്ക് ടെസ്റ്റ് എടുക്കാൻ നേരത്താണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ളതൊന്നും ടെസ്റ്റ് എടുത്തിട്ടില്ല. ഫ്രീ ടെസ്റ്റ് ഒരുപാട് അവൈലബിൾ ആണ്, ഒരുപാട് സൈറ്റ്സിൽ അവൈലബിൾ ആണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണ്. ബിക്കോസ് അതിൽ നിന്നാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് എക്സാമിനർ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 100 ക്വസ്റ്റ്യൻ പഴയ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് തന്നെ ചെയ്തിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കി തരുന്നവരുണ്ട്, നല്ല രീതിയിൽ നല്ല ടെസ്റ്റ് ചെയ്തവർ, അല്ലെങ്കിൽ ഫ്രീ ടെസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന മാർക്കറ്റ് അനലൈസ് ചെയ്യുക, കുട്ടികളോട് ചോദിക്കുക ഏതാണ് നല്ല ടെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ നേരത്ത് നമുക്കത് കിട്ടിക്കോളും. പ്രിലിംസ് എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയായിരിക്കും ഡിസൈഡ് ചെയ്യുക? അത് ശരിക്കും ആദ്യത്തെ കൺസേൺ ആണ് എല്ലാവർക്കും ഉണ്ടായിരുന്നപ്പോൾ എനിക്കും ഉണ്ടായിരുന്ന ആ ക്വസ്റ്റിൻ്റെ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മാർക്ക് കിട്ടും, അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നു. പക്ഷേ അതിലൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 85 ക്വസ്റ്റ്യനെങ്കിലും മിനിമം അറ്റൻഡ് ചെയ്യണം. 80 to 85 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഒരു 30 to 35 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഏകദേശം അറിയാവുന്നത്. അപ്പോൾ അത് മാത്രം വെച്ചിട്ട് ചിലപ്പോൾ ക്ലിയർ ആയിരുന്നില്ല. അപ്പോൾ ആ 35 ക്വസ്റ്റ്യനും ചിലപ്പോൾ നെഗറ്റീവ് മാർക്ക് അടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് ഒരു അറിയാത്ത ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ 30 ക്വസ്റ്റ്യൻ ആയിരിക്കും കറക്റ്റ് ആവുക, എന്നാലും നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ 85 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് എടുക്കുന്നത്. മോക്ക് ടെസ്റ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ടെക്നിക്ക് കിട്ടും, എങ്ങനെയാണ് 85 ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ 85 ക്വസ്റ്റ്യനാണ് എൻ്റെ ഒരു ഐഡിയൽ പോയിന്റ് ഉണ്ടായിരുന്നത്. പ്രിലിംസ് പ്രിപ്പറേഷനിൽ വരുമ്പോൾ പലരും കുറച്ചൊന്ന് ഡിഫിക്കൽട്ടായിട്ട് പറയുന്നത് CSAT ആണ്. അപ്പോൾ CSATൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? CSATൻ്റെ എൻ്റെ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. ബിക്കോസ് എൻ്റെ ഒരു പേടി സ്വപ്നമായിരുന്നു CSAT. ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയപ്പോൾ ഞാൻ ലൈറ്റായിട്ടായിരുന്നു CSATനെ കണ്ടത്. സോ CSATലാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് പോയത്. സെക്കൻഡ് അറ്റംപ്റ്റ് അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഫ്രീ ടെസ്റ്റ് ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്ത് ഞാൻ ഒരു 2 hours CSATന് കൊടുക്കുമായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോൾ, ലാസ്റ്റ് അല്ല, ഒരു ഡിസംബർ തൊട്ട് ഞാൻ കൊടുക്കുമായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു 3 hours. ഇപ്പോൾ ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അനലൈസ് ചെയ്ത് 3 hours ഒക്കെ കൊടുക്കുമായിരുന്നു CSATന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഞാൻ അങ്ങനെ ക്ലിയർ ആയി. തേർഡ് അറ്റംപ്റ്റിലും എനിക്ക് CSAT ആണ് വീണ്ടും പോയത്. അത് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 മാർക്സിൻ്റെ ആ ഡിഫറൻസിലാണ് എനിക്ക് തേർഡ് അറ്റംപ്റ്റിൽ പോയത്. അപ്പോൾ ഫോർത്ത് അറ്റംപ്റ്റിൽ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട്, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ടെസ്റ്റ് ചെയ്തതാണ്. ഇതുപോലെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, വീക്ക്ലി 1 ടെസ്റ്റ് ഒക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ CSATൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ 3 സെഷനുണ്ട്, റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, പിന്നെ ഇതുപോലെ തന്നെ കോംപ്രഹെൻസീവ് റീഡിംഗ് ഉണ്ട്.
അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഈ 3 സംഭവത്തിന് നമ്മൾ 2 മണിക്കൂറിൽ എങ്ങനെ നമ്മളത് അറ്റംപ്റ്റ് ചെയ്ത് തീർക്കാം എന്നൊരു സംഭവം നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീക്കിലി ഒരു 3 ടെസ്റ്റുകൾ ഞാൻ എടുക്കുമായിരുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേനും. മാർച്ച് തൊട്ടിട്ട് ഞാൻ 3 ടെസ്റ്റ് റെഗുലർലി എടുക്കുമായിരുന്നു സീസാറിന് വേണ്ടിയിട്ട്. അങ്ങനെ നോക്കാൻ നേരത്ത് എനിക്ക് നല്ല മാർക്ക് വ്യത്യാസമുണ്ടായിരുന്നു. 100 മാർക്ക് അടുത്ത് വന്നായിരുന്നു. ഇപ്പോൾ കട്ട് ഓഫിൻ്റെ അടുത്തടുത്ത് ഇങ്ങനെ പറ്റ നിന്ന ഒരാൾ 100 മാർക്ക് എത്തി. അപ്പോൾ അത് സിമിലർലി ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ലാസ്റ്റ് അറ്റംപ്റ്റ് എൻ്റെ 5th അറ്റംപ്റ്റ് ഞാൻ ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് സർവീസ് കിട്ടിയതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ മെയിൻസ് എഴുതാനായിട്ട് പോയില്ല. പക്ഷേ പ്രിലിംസ് ക്ലിയർ ചെയ്തു. ആ പ്രിലിംസ് ക്ലിയർ ചെയ്തപ്പോൾ എനിക്ക് 100ന് മേളിൽ മാർക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഈ ടെസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ പഠിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സീസാറ്റ് പാടുള്ളവർക്ക് സീസാറ്റിൻ്റെ ടെസ്റ്റ് കണ്ടിന്യൂസ് എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റിന് വളരെയധികം സഹായിക്കും. അതുപോലെ ഗൂഗിൾ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തവണ മെയിൻസ് വരെ പോയി നെക്സ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അനലൈസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ മെയിൻസ് വരെ പോയ ഒരാൾ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ആ ഒരു പ്രിലിംസ് പോയതെന്ന്. പ്രിലിംസ് പോയത് ഒന്ന് എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ 1 വീക്ക് ടൈം ഉണ്ടായിരുന്നില്ല. പ്രിലിംസിൻ്റെ സീസാറ്റ് എനിക്ക് പണ്ട് മുതലേ പേടി സ്വപ്നമായിരുന്നു. മീൻസ് 2 പ്രാവശ്യം എനിക്കത് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സെക്കൻഡ് ടൈം എനിക്ക് അവിടെ ഇൻ്റർവ്യൂ എത്താൻ പറ്റിയത്, പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സീസാറിൻ്റെ പേടി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ടെസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഈ 1 വീക്കിൻ്റെ ഗ്യാപ്പ്, പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 1 വീക്ക് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രിലിംസ് എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് വന്നത്. അപ്പോൾ ആ ഒരു എക്സാം പ്രഷറൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ ഒക്കെ ഉണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ നടക്കാൻ പോകും. 30 മിനിറ്റ്സ് ഈവനിങ് നടക്കാൻ പോകും. പിന്നെ ആളുകളോട് സംസാരിക്കും. എന്താണ് അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്താണ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെ. പ്രിലിംസ് കഴിഞ്ഞ് നമ്മൾ മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ടോപ്പിക്സ് ആണെങ്കിലും സിലബസ് ആണെങ്കിലും ഒക്കെ കുറച്ചുകൂടെ വാസ്റ്റ് ആണ്, കുറച്ചുകൂടെ എക്സാം ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? മെയിൻസിന് ഈ പറഞ്ഞ പോലെ പ്രിലിംസിന് എൻ്റെ ഒരു മെൻറ്റർ പറഞ്ഞ പോലെ തന്നെ പ്രിലിംസിന് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ചിലപ്പോൾ റിസൾട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ബിക്കോസ് അത് എന്തെങ്കിലും ഇപ്പോൾ ഒരു എക്സാമേ ഉള്ളൂ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നോ അതിനുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്തോരം ആൻസർ എഴുതുന്നോ, എന്തോരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിനാണ്. അപ്പോൾ സിലബസ് ഏകദേശം സെയിം ആണ്. ഞാൻ പറയുന്ന ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ പ്രിലിംസിനേക്കാളും കുറച്ചുകൂടെ കുറവ് കാര്യങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം കൂടുതലായിരിക്കണം. ഇപ്പോൾ ആൻസർ എഴുതാനായിട്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രിലിംസിന് ടെസ്റ്റ് എഴുതണമെങ്കിൽ 2 മണിക്കൂർ മതി. മറ്റേതിൻ്റെ ടെസ്റ്റ് എഴുതണമെങ്കിൽ 3 മണിക്കൂർ വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. മറ്റേതിന് പ്രിലിംസിന് GS 1 and 2 സീസാറ്റ് 2 പേപ്പറുള്ളൂ. മറ്റേ ഈ പറഞ്ഞ പോലെ ഇതിന് GS 4 പേപ്പറുണ്ട്. പിന്നെ PSIR 2 പേപ്പറുണ്ട്. PSIR എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ 2 പേപ്പറുണ്ട്. മൊത്തം 6 പേപ്പർ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂടുതലായിരിക്കണം മെയിൻസിന്. അത് മാത്രമാണ് എനിക്ക് ഡിഫറൻസ് ആയിട്ട് തോന്നിയുള്ളൂ. പ്രിലിംസിന് പറയാൻ നേരത്ത് മേ ബി കുറച്ചുകൂടെ ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്.